സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ സനൂപ് താവോ. ഇതിന്റെ ചാനലാണ് താവോ ടോക്സ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ 1-2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഗംഭീരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം അച്ഛനെ ഊക്കുകയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോഴും സംശയമുണ്ട്, എന്തുകൊണ്ട് ദുൽഖർ സൽമാൻ ഇങ്ങനെ ബോധമില്ലാത്തവനായി എന്നുള്ളൊരു സംശയമാണ് എന്റെ മുൻപിലുള്ളത്. എന്തായാലും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഒരു ചോദ്യമാണ്, നെയിം 3 ഓഫ് യുവർ ഫേവറേറ്റ് റൊമാൻറ്റിക് ഫിലിം സ്റ്റാറിംഗ് മമ്മൂക്ക. മമ്മൂക്ക അഭിനയിച്ച ഒരു 3 റൊമാൻറ്റിക് സിനിമയുടെ പേര് പറയൂ എന്നാണ് നമ്മുടെ ദുൽഖർ സൽമാൻ ചോദിച്ച ചോദ്യം. ദുൽഖർ സൽമാൻ 3 പേര് കിട്ടാൻ വേണ്ടി അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരു മകനായ നിലയ്ക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഒരു ആരാധകൻ നിലയ്ക്ക്, മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിലയ്ക്ക്, മമ്മൂട്ടിയുടെ അഭിനയം ഇഷ്ടപ്പെടുന്ന ആളെ നിലയ്ക്ക്, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിലയ്ക്ക് 3 അല്ല, സിനിമകൾ എത്ര ഓർമ്മ വേണമെന്ന് മാത്രം ചോദിച്ചാൽ മതി. എന്തായാലും ചോദ്യം മുഴുവൻ കേട്ടിട്ട് അവന്റെ ഉത്തരം എങ്ങനെയായിരുന്നു, ദുൽഖർ സൽമാൻ എങ്ങനെയാണ് ഇതിന് ഉത്തരം പറയാൻ ശ്രമിച്ചേ, ഒന്ന് കേട്ടു നോക്കൂ. കിട്ടുന്നില്ല, ഒരു രക്ഷയില്ല, അവനത് കിട്ടുന്നില്ല. ആലോചന, ഞാൻ എന്താ അങ്ങനെ ബ്ലാങ്ക് ആയി പോയ, എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ലല്ലോ. മറ്റൊരു ആലോചിക്കുകയാണ്, ആലോചനയാണ്, ഭയങ്കര ആലോചനയാണ്. ഓ വാ, രക്ഷയില്ല. കിട്ടി നാളെ ഭയം ബ്ലാങ്ക്. ഇനി മലയാളത്തിലേക്ക് കിടക്കും. സ്വന്തം ഉപ്പ അഭിനയിച്ച പടങ്ങളുടെ ഇമേജുകളൊക്കെ എന്റെ മനസ്സിലുണ്ട്. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. മമ്മൂക്ക അഭിനയിച്ച റൊമാൻറ്റിക് സിനിമകളുടെ പേരുകള് ഓർമ്മ കിട്ടുന്നില്ല നമ്മുടെ ദുൽഖർ സൽമാൻ എന്നാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ സിനിമ ഞാൻ പറയട്ടെ, മമ്മൂക്ക അഭിനയിച്ച ഒരു റൊമാൻറ്റിക് സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ അതീവ വിഷമത്തോടെ മാത്രം കണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സിനിമ യാത്ര എന്ന് പറയുന്ന സിനിമയാണ്. 2 സിനിമകളാണ് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയത്, 2 സിനിമകൾ. യാത്ര എന്ന് പറയുന്ന ആ സിനിമയുടെ അതേ ഗെറ്റപ്പോട് കൂടിയിട്ട് വേറൊരു സിനിമ കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്താ ആ സിനിമയുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് ആരെങ്കിലും അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. യാത്ര എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ അതേ ഫേസ്, അതേ ഒരു ഹെയർ സ്റ്റൈലോട് കൂടിയിട്ട് അതേ വർഷം തന്നെ ഒരു സിനിമ കൂടി ഇറങ്ങിയിട്ടുണ്ട്, യാത്ര. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദ ബെസ്റ്റ് ഒരു റൊമാൻറ്റിക് മൂവിയാണ് യാത്ര എന്ന സിനിമയിൽ. മമ്മൂക്കയും ശോഭനയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത ഒരു 2 പേരും നമ്മളൊരു അഭിനയമാണ് കേട്ടോ. നിങ്ങളത് കാണുക തന്നെ വേണം. എന്തായാലും ഇതേപോലെ നാഷണൽ അവാർഡ് തൂക്കിയ ഒരു സിനിമയുണ്ട്, മമ്മൂട്ടി തന്നെയാണ് അഭിനയിച്ചത്. കുറച്ചു കാലം മുമ്പാണ് മമ്മൂട്ടി തന്നെയാണ് അഭിനയിച്ചത്. ഹൈലി റൊമാൻറ്റിക് ഫിലിം എന്ന രീതിയിൽ ഇപ്പോഴും കാണുകയും നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനത്തിലൊക്കെ പലപ്പോഴും നമ്മൾ ഈ ഒരു പേരുകൾ നിരന്തരം കേൾക്കാറുണ്ട്. സിനിമയുടെ പേര് മതിലുകൾ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവലാണ്. ആ നോവലാണ് സിനിമയാക്കി മാറ്റിയത്. മതിലുകൾ എന്ന് പറയുന്ന സിനിമ വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് അഭിനയിച്ചത് നമ്മുടെ മമ്മൂക്കയാണ്. മതിലുകൾ എന്ന് പറയുന്ന സിനിമ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഡിക്കിന് ഓർമ്മയുണ്ടായില്ല. ഒരുപക്ഷെ അദ്ദേഹം അത് കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല. അദ്ദേഹം നാഷണൽ അവാർഡ് തൂക്കിയ സിനിമയാണ് മതിലുകൾ എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ വേറൊരു സിനിമ കൂടി പറയണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഴയെത്തും മുൻപേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഴയെത്തും മുൻപേ എന്ന് പറയുന്ന സിനിമയിൽ എന്തേ ഇന്നും ഒരു പാട്ടുണ്ട്. അത് ഒരു രക്ഷയില്ല. അതിൻ്റെ ആ ഒരു പാട്ടിൻ്റെ ഒക്കെ സിറ്റുവേഷൻസും അത് ചിത്രീകരിച്ചതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു രക്ഷയില്ലാത്ത പാട്ടുകളാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, മഴയെത്തും മുൻപേ എന്നാണ് സിനിമയുടെ പേര്, നിങ്ങളത് കാണണം. പിന്നെ ഒരു ഫണ്ണി, ഒരു റൊമാൻറ്റിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമ അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയാണ്. അതും ഇദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. മഴയത്ത് മുൻപേ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അത് കാണുക തന്നെ വേണം. എന്തായാലും ഇതൊരു ഊക്കൽ എന്ന രീതിയിൽ ഞാൻ എടുക്കുന്നില്ല, അദ്ദേഹത്തിന് അറിയില്ല എന്ന് മാത്രം വിചാരിക്കുന്നു. എനിക്കിപ്പോഴും മനസ്സിലാവുന്നത് മമ്മൂട്ടിയുടെ ആരാധകർക്ക് പലപ്പോഴും മമ്മൂട്ടിയുടെ പല റൊമാൻറ്റിക് സിനിമകളെ പറ്റിയിട്ടും ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട്
എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഏറ്റവും കൂടുതൽ പക്ഷേ എൻ്റെ ചാനലിൽ ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് കാഴ്ചക്കാരുണ്ട്. എനിക്ക് നിരന്തരം വീഡിയോസുകളൊക്കെ അയച്ചിരുന്ന കാസിം എന്ന് പറയുന്ന മനുഷ്യനുണ്ട്, ഉമ്മറ്റ് എന്ന് പറയുന്ന വേറൊരു മനുഷ്യനുണ്ട്. നിരന്തരമായിട്ട് അദ്ദേഹത്തെ ഈ അടുത്താണ് ഞാൻ പരിചയപ്പെട്ടത്, ഞങ്ങൾ നേരിൽ കണ്ടിട്ടില്ല. അവരൊക്കെ നിരന്തരമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും വീഡിയോസുകൾ അയച്ചു തരാറുണ്ട്. കാസിം ചേട്ടൻ ഇപ്പോഴും 3-4 വീഡിയോസ് അയച്ചിട്ട് എനിക്കത് ഇപ്പോഴും റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് വേറെ കുറേ വിഷയങ്ങൾ ഒരുപാട് നെയ്യാറ്റിൻകര ഗോപനും മറ്റൊക്കെ മുമ്പിലേക്ക് വന്നുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോവുകയായിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, അതൊക്കെ ഞാൻ വഴിക്ക് ചെയ്ത് തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ സുഹൃത്തുക്കളോട് കൂടിയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അഭിനയിച്ച നല്ല റൊമാൻറ്റിക് പടങ്ങളുടെ പേര് ഒന്ന് എഴുതിക്കുക. അറിയാത്ത ദുൽഖർ സൽമാനും അതേപോലെ തന്നെ അറിയാത്ത ഒരുപാട് യങ്സ്റ്റേഴ്സിനും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അഭിനയിച്ച നല്ല റൊമാൻറ്റിക് മൂവീസുകളുടെ പേരുകൾ. അവരൊന്ന് കാണട്ടെന്നേ, ഇങ്ങനൊക്കെ സിനിമ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടെന്ന് ഒന്ന് അറിയട്ടെന്നേ, അതിനു വേണ്ടി മാത്രം. ബൈ.